ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രൂസ് ക്യാൻഡ്. അപ്പം നമ്മളിതാ ഒരു വലിയൊരു യാത്ര പോവാണ്. ഇപ്പം ഈ അടുത്ത് ഇങ്ങനെ ഒരു യാത്ര പോയിട്ടില്ലായിരുന്നു. ഏകദേശം ഒരു 3-4 മാസത്തിന് ശേഷമാണ് ഫാമിലിയായിട്ട് പോകുന്നത്. ലിൻഡയുടെ ക്ലാസ്സും അതുപോലെ എക്സാമും അങ്ങനെ ഹെക്റ്റിക് ഷെഡ്യൂൾ ആയതുകൊണ്ടാണ് നമ്മൾ വ്ളോഗ്സും കാര്യങ്ങളൊന്നും ഇടാത്തത്. അപ്പോൾ നമ്മൾ നേരെ ടൊറൻറ്റോയ്ക്ക് വെച്ച് പിടിക്കുകയാണ്. നമുക്കപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. പക്ഷേ അങ്ങനെ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് എന്താ പറയുക, മേപ്പിൾ ലോഡ്ജ് ചിക്കൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ്. ഇവിടെ നമുക്ക് ഹോൾസെയിലായിട്ട് ചിക്കൻ കിട്ടും. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങി അതിൻ്റെ ബില്ല് എടുത്തു. നമ്മൾ പിക്കപ്പ് സോണാണ്. ഞാൻ ഉള്ളെത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ കോസ്കോൻ്റെ ബിസിനസ് സെൻറ്ററിൽ വന്നാൽ നേരത്തെ ഇവിടെ നിന്ന് വാങ്ങിയ ചിക്കൻ ഇല്ല, അത് കുറച്ച് ദൂരം സഞ്ചരിക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഐസ് നോക്കി. ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര വില, ബട്ട് ബിസിനസ് സെൻറ്ററിൽ ഭയങ്കര റേറ്റ് കുറവാണ്. ഏകദേശം നമ്മൾ നേരത്തെ ചിക്കൻ വാങ്ങിയത്. അപ്പോൾ ചിക്കൻ വാങ്ങിയപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബിസിനസ് കോസ്റ്റോ. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇതൊരു ലോകം തന്നെയല്ല ശരിക്കും. ഭയങ്കര ലാഭമാണ് ഇവിടെ ഒരുപാട് സാധനത്തിന്, ബട്ട് ബൾക്കിഷായിട്ടാണ് സംഭവങ്ങൾ കിട്ടുന്നത്. ഇതിപ്പോൾ ഈ ഒരു പാക്കറ്റ് ഐസ് എനിക്ക് അങ്ങനെ $3-4 കൊടുക്കണം. ഇത് സിംഗിൾ ഒരു പാക്കറ്റിന്. ഇത് 7 പാക്കറ്റ്. ഇതിന് നമ്മൾ വാങ്ങിയ എത്രയ്ക്കാണെന്നറിയാം ഗൈസ്? 7.90 ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി അവർക്ക് കുറച്ച് ഗോട്ടും ഫിഷൊക്കെ ഉണ്ട്. മതിയാവൂല ഇത് രണ്ടും കേറൂല കേട്ടോ. അതിനകത്ത് വെറുതെ ഇട്ടാ മതി, ആ പാക്കറ്റ് അങ്ങനെ ഇട്ടാ മതി. നമ്മൾ അടുത്ത് പോകുന്നത് നേരെ ബാരിയേറ്റാണ് ഗൈസ്. ബാരിയിൽ സർപ്രൈസ് ഉണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞില്ല, നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് സഡ്ബറി. സഡ്ബറി പോകുന്നതിന് ഭയങ്കര സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതെ, അതൊക്കെ വഴി ഇങ്ങനെ കാണാല്ലേ. എന്തായാലും ഒരു 3-4 ദിവസം അവിടെ ഉണ്ടാവില്ല നമ്മള്. അപ്പൊ ഓക്കെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബാരി എത്തിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ 705 ക്രേവിങ്സിൽ. നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് സഡ്ബറി പോകുമ്പോൾ ബാരിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാലേ പോളില്. അപ്പോൾ ഇവർ ഇങ്ങോട്ട് എന്താ പറയുക, ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ രണ്ടുപേരും പൊറോട്ടയും ബീഫ് റോസ്റ്റും ആയിട്ടോ കഴിച്ചു. നല്ല അടിപൊളി ബീഫ് റോസ്റ്റായിരുന്നു. പൊറോട്ടയും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഓരോ പൊറോട്ടയും ബീഫ് റോസ്റ്റും അതിൻ്റെ കൂടെ ഒരു കോഫിയും ടീയൊക്കെ അടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈശ്വര ഭഗവാനെ, ട്രംപണ്ണന് നല്ലത് മാത്രം വരുന്നേ. അണ്ണൻ്റെ ഒരു കാരുണ്യം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോകാൻ നേരത്ത് $1.05 ഉണ്ടായിരുന്ന എണ്ണയ്ക്ക് ഇതാ ഇപ്പം ആയിരിക്കുന്നു $1 51.9. അതായത് 50 സെൻറ്റാണ് മാറിയിരിക്കുന്നത്. വിച്ച് മീൻസ് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഒരു $40 റുപ്പീസിൻ്റെ അടുത്ത്, 35 to 40 റുപ്പീസ്. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഫില്ല് ചെയ്ത് അവറാച്ച ഹെക്റ്റിക്ക് ആയതുകൊണ്ട് പുള്ളിനെ ഒരു വാക്കിനൊക്കെ പോയി എന്താ പറയുക, മാക്സിമം എണ്ണ ഇവിടെ നിന്ന് അടിച്ച്. നമ്മൾ സഡ്ബറിക്ക് പോകുമ്പോൾ എപ്പോഴും ഇവിടെ നട്ട് എണ്ണ അടിക്കണം, ഒന്നെങ്കിൽ ഇവിടെ അല്ലാന്നുണ്ടെങ്കിൽ എസ്സനിന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഗൈസ്. ഓഹോ ഗൈസ്, നമ്മൾ എവിടെയല്ലേ എത്തിയിരിക്കുന്നത്? നമ്മൾ നമ്മുടെ തട്ടകത്തിൽ. നമ്മുടെ സ്വന്തം തട്ടകം എന്നാണ് പറയാറ്. നമ്മുടെ തട്ടകത്തിൽ ആരത് കാലൊക്കെ വെക്കിയിരിക്കുന്നത്. ഞങ്ങളെല്ലാം ടയേർഡ് ആയിട്ടോ ഗൈസ്. ഞങ്ങളൊരു 11:30 ഇറങ്ങിയതാണ്. ഇപ്പൊ തന്നെ സമയം 8:30 3-4 സ്ഥലത്ത് നിർത്താറുണ്ട്. നമ്മൾ സഡ്ബറിയിലോട്ട് പോവാണ്. ഇവിടെ സഡ്ബറിയിലോട്ട് വരുന്നതിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പൊ ഈ വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇത് എന്റെ ആവാറായിട്ടില്ല. DJ ഉടനെ ഏതാ നോക്ക്. ബോസിനെ പ്രീതിപ്പെടുത്താനായിട്ട് ഇല്ലേ, ബോസ് ഇവിടെ കച്ചറയാ. ഓ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഹോം ഡിപ്പോയിൽ വന്നാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. നമ്മളീ പ്രാവശ്യം സഡ്ബറിക്ക് വന്ന ഒരു പ്രത്യേക ആവശ്യമാണ്. അപ്പൊ അതിന്റെ സംഭവങ്ങളാണ് മെയിനായിട്ട്. നിന്ന് ഞാൻ മര്യാദ പഠിപ്പിക്കും കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ ഓടിപ്പടിച്ച് ഹോം ഡിപ്പോയിൻ്റെ അവിടെ എത്തി. ഇനി നേരെ വീട്ടിലോട്ട് പോകണം. നമുക്ക് വീടെത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നലെ രാത്രി സഡ്ബറിയിൽ നിന്ന് ഇവിടെ എത്തി. ലണ്ടനിൽ നിന്ന് സഡ്ബറി എത്തി. വെളി മാറിയിരിക്കട്ടെ. രാവിലെ വന്ന് കുക്കിംഗ്. അപ്പൊ നമ്മൾ വന്നതൊന്നുമല്ല,
നമ്മുടെ പെങ്ങന്മാർ രണ്ടുപേരും പ്രഗ്നന്റ് ആണ്. നമ്മുടെ വീട്ടിലായിട്ട് 2 അതിഥികൾ കൂടെ വരികയാണ്. ഒരാളല്ല 2 അതിഥികള്. ഹറാച്ചിന് 2 siblings. അയ്യാ അവരാച്ച 2 സിബ്ലിങ്സ്. അപ്പൊ അവരുടെ ഫാമിലീസ് എക്സ്പാൻഡ്. ഫാമിലീസ് എക്സ്പാൻഡ് ചെയ്യുക. അതുപോലെ അവരുടെ ജെൻഡർ റിവീലൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ ഈ ഒരു വ്ളോഗിലൂടെ നമ്മൾ പുറത്തറിയിക്കുകയാണ് നമ്മുടെ 2 പെങ്ങന്മാരും പ്രഗ്നന്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കണ്ടുകൂടി 2 പേരും ഇപ്പൊ എത്ര മാസമായി? 6.5. 2 പേരും 15-20 ദിവസം വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ജെൻഡർ റിവീലാണ്. ആ ജെൻഡർ റിവീലിന്റെ വ്ളോഗ് നമ്മൾ വേറെ തന്നെ വരുന്നുണ്ട്. നമ്മൾ തന്നെയാണ് എന്താ പറയാ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ ഞങ്ങൾ സ്ട്രോബെറി തിന്നുന്നത് ഞങ്ങള് ചോറ് കഴിക്കത്തില്ല. പോയി ക്യാപ്പ് പോയി. പിന്നെ എങ്ങനെ പരിപാടി നടക്കില്ല. ശരിക്കും വെച്ചു കൊടുക്കപ്പേ. ക്യാപ്പ് വേണ്ട, ക്യാപ്പിനുള്ള മൂഡിലല്ല ഞങ്ങളിപ്പോ. സ്ട്രോബെറി കഴിച്ചോ? എന്നെ കണ്ടു വെച്ചാൽ കണ്ണാടിയിൽ. എന്നെ കണ്ടു വെച്ചാൽ കണ്ണാടിയിൽ.